ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും കാണുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ഒരു സാരി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു സാരി എന്ന് പറയുന്നത് ഗോൾഡൻ ഷെയ്ഡ് യെല്ലോ കളർ വരുന്ന ഒരു സാരിയാണ് വരുന്നത്. തല ഭാഗത്തായിട്ടാണ് യെല്ലോ കളർ വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ബ്ലൗസ് പീസ് ആക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. കുഞ്ഞാപ്പിക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വന്നത്. അപ്പോൾ കുഞ്ഞാപ്പിയുടെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ കുഞ്ഞാപ്പിക്ക് ഒരു ചെറിയൊരു പട്ടുപാടയും ബ്ലൗസാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് പുതിയൊരു സാരി ആയിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്താണിയുടെ ഭാഗത്തുള്ള കെട്ടിൻ്റെ ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. വെച്ചാൽ ആ കെട്ടുള്ള ഭാഗം ഇങ്ങനെ എവിടെ കൊണ്ട് വലിഞ്ഞിട്ട് ആകെ വൃത്തികേടായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ഇട്ടൊന്ന് വരച്ച് കൊടുത്ത് നോക്കിയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ആദ്യം ഇങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ ആ രണ്ട് സൈഡിൽ യെല്ലോ ഷെയ്ഡ് വരുന്ന സൈഡിൽ വന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും വരച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സിമ്പിളായിട്ട് ഇപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് അറിയാത്ത ആളുകൾക്ക് പോലും നല്ല അടിപൊളിയായിട്ടൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു ഈസി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ രണ്ടാക്കി മടക്കി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഈ രണ്ട് മെത്തേഡ് യൂസ് ചെയ്താൽ നമ്മൾ സ്റ്റിച്ചിങ്ങിനുള്ള തുണി ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്, അത് മറക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ ഒരു അറ്റത്തിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു താഴ്ഭാഗവും കൂടി നമ്മൾ കട്ട് ചെയ്ത് കളയാതെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗം വന്നിട്ട് നമ്മൾ പാവാടയ്ക്ക് ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾക്ക് കുറച്ച് ഭാഗം വന്നിട്ട് കുറേ ഗോൾഡൻ ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ കുറച്ച് ഭാഗത്തോട്ടാണ് നമുക്ക് കുറച്ച് ഷെയ്ഡ് മാത്രം വരുന്നത്, ഇങ്ങനെ ഡോട്ട് പോലെ വരുന്നത്. പിന്നെ നമ്മൾ ആദ്യം തന്നെ ആ കട്ട് ചെയ്തെടുത്ത പീസിലോട്ട് നമ്മൾ ലൈനിങ് തുണി വെച്ച് കൊടുക്കുന്നുണ്ട്. ലൈനിങ് എന്ന് പറയുന്നതായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് കോട്ടൻ്റെ വൈറ്റ് കളർ തുണിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. വെച്ചാൽ കൂടുതലും കുഞ്ഞാപ്പിക്ക് കോട്ടൻ്റെ തുണിയൊക്കെ എടുക്കുന്നത് എന്താ വെച്ചാൽ കുഞ്ഞാപ്പിക്ക് ഭയങ്കര മടിയാണ് ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇടാനായിട്ട്, ചൊറിയുന്നു എന്നൊക്കെ പറയുന്നതുകൊണ്ട് തന്നെ കോട്ടൻ്റെയൊക്കെ ആകുമ്പോൾ ഇത്തിരി കുറച്ച് നേരമൊക്കെ ഇടാനൊക്കെ ആയിട്ട് ഇഷ്ടം കാണിക്കും. അത് ആദ്യത്തെ പ്രാവശ്യം ഇട്ടിട്ട് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ആൾ പിന്നെ ഇടേ ചെയ്യില്ല. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കോട്ടൻ്റെ തുണിയൊക്കെ സെയിം കളർ തന്നെ എടുത്തില്ല എന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ ഏതാണ് ഇത് വൈറ്റൊക്കെ ആകുമ്പോൾ ഒത്തിരി ചൂടൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കളറൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ എടുക്കാറുള്ളത്. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ലൈനിങ് പീസൊക്കെ വെച്ച് കൊടുത്തിട്ട് കഴുത്തിൻ്റെ ഇതൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ നെക്കാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത്. നമ്മൾ റൗണ്ട് നെക്കാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. കൂടുതലും അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് വൈറ്റ് കളറ് തുണിയൊക്കെ ഉണ്ട് കയ്യിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേറെ കളറൊന്നും എടുക്കാതെ ഈ ഒരു വൈറ്റ് കളറിന് എടുക്കാനുള്ള കാരണം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കിൽ വന്നിട്ട് സിബ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കയ്യിലോട്ടാണ് കേട്ടോ നേരെ പോയത്. പട്ടുപാവാട കൈ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ ഞൊറിവ് വെച്ച് കൊടുത്തിട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ട് പോകുന്നൊരു മോഡലുണ്ടല്ലോ, അത് തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തെടുത്തത്. അതുപോലെ കുട്ടികൾക്കാവുമ്പോൾ കുഞ്ഞു കൈയൊക്കെ വെക്കുന്നതായിരിക്കും നല്ല ഭംഗി ഉണ്ടാകുന്നത് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് വേഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് പട്ടുപാവാടയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ അറിയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട്. ഒറ്റ വട്ടം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും, പെട്ടെന്ന് ചെയ്ത് കഴിയുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ കൈയിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടോ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു അടിപ്പ് കൂടി അടിച്ചു കൊടുക്കുക, അപ്പോഴായിരിക്കും നല്ല ഭംഗിയിലിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ താഴത്തെ ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞില്ല, അത് അടിയിലോട്ട് മടക്കി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് സൂചി നൂലും വെച്ചിട്ട് തുന്നി കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്തിരുന്നത്. പിന്നെ പാവാട സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ലാസ്റ്റ് ഫോട്ടോ കൂടി കൊടുക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വെറൈറ്റി വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നവർക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർക്കൊക്കെ ബൈ, ടേക്ക് കെയർ.